ഗോവയിൽ പുതുവത്സരാഘോഷത്തിനിടെ ഇടയിൽ യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഇഴയുന്നതായി കുടുംബം. ഗോവ ഗവർണർ ശ്രീധരൻപിള്ളയെ കണ്ട് മരിച്ച സഞ്ജയുടെ പിതാവ് നിവേദനം നൽകി. വൈക്കം മറവന്തുരുത്ത് സ്വദേശി സഞ്ജയാണ് ഗോവയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞത്. മകന്റെ മരണത്തിൽ നീതി തേടുകയാണ് കുടുംബം. പുതുവത്സരം ആഘോഷിക്കാൻ പോയ യുവാവിനെ 31-ന് രാത്രിയിലാണ് കാണാതായത്. ജനുവരി 4-ന് മൃതദേഹം കടലിൽ കണ്ടെത്തി. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം സംശയം പ്രകടിപ്പിച്ചിരുന്നു. മകനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും പിതാവ് സന്തോഷ് ആവശ്യപ്പെട്ടു. പട്ടിയെ കൊല്ലുന്ന ലാഭത്തോടെ തല്ലിക്കൊന്നു കളഞ്ഞവർ അതൊരിക്കലും പാടില്ല. അത് അങ്ങനെ ഗവൺമെൻറ് അവിടുത്തെ ഗവൺമെൻറ് സ്ട്രോങ് ആണെങ്കിൽ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാവില്ല അവിടെ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ടായിരിക്കും അവരിത് ചുമ്മാ ഒത്തിരി ആൾക്കാരെ ഇടിച്ചെന്നാണ് പറയുന്നത്. അന്ന് ഒത്തിരി ആൾക്കാരെ ഇടിച്ചെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഈ ഡ്രഗ്സ് മാഫിയ ആരാണോ അത് കണ്ടുപിടിച്ചത് അവിടുത്തെ സത്യ നടപടി അവിടുത്തെ ഗവൺമെൻറ് സ്വീകരിക്കണം. ഇതെനിക്ക് പറയാനുള്ളത്. 10,000 രൂപയും 20,000 രൂപയുടെ മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടതും ദുരൂഹമാണെന്നും കുടുംബം ആരോപിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയെ കണ്ട് അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം പരാതി കൈമാറി. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.